യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഗിരിജയുടെ മൈൻഡ് മാറാൻ. ഡോക്ടർ, ഇതിനൊരു പ്രതിവിധി എന്താണെന്ന്? ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ. ഗിരിജ ഇനി ഈ നിൽക്കുന്ന ദർശനയെ കാണാനേ പാടില്ല. അങ്ങനെ കണ്ടാൽ തന്നെ സംസാരിക്കാനോ വഴക്കിടാനോ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഗിരിജയുടെ സർവ്വ നിയന്ത്രണവും കയ്യിന്നുപോകും. അവൾ എന്തു ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ എന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥയിലേക്കെത്തും. മാത്രമല്ല, അതിലും ഏറ്റവും വലിയ പ്രശ്നം, ഈ വീട്ടിൽ ആരെ കണ്ടാലും ഗിരിജയ്ക്ക് അത് ദർശനയാണെന്നേ തോന്നൂ. ആ സമയം വളരെ സൂക്ഷിക്കണം. സ്വയബോധമില്ലാത്ത ഗിരിജ എന്തും ചെയ്യും. വേണ്ടി വന്നാൽ ഒരു കൊലപാതകം വരെ ചെയ്യും. ഒരു പേഷ്യന്റ് ഡിപ്രഷനിലാണെന്ന് പറയുന്നതും എന്നെ കാണുമ്പോ ഡിപ്രഷൻ കൂടുമെന്ന് പറയുന്നതും വേണമെങ്കിൽ ലോജിക്കലാണെന്ന് പറയാം. പക്ഷേ ആരെ കണ്ടാലും ഞാനാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് ഡോക്ടർ. ഞാനാണോ ഡോക്ടർ? നിങ്ങളാണോ ഡോക്ടർ? പറയ്. നോക്ക്, എന്റെ പേര് ഡോക്ടർ കുൽക്കർണി എന്നാണ്. ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തനായ സൈക്യാട്രിസ്റ്റാണ് ഞാൻ. നെറ്റിൽ തപ്പിയാൽ മതി, വിശദ വിവരങ്ങൾ കിട്ടും. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഗിരിജയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ഇതിന്റെ പല വകഭേദങ്ങളും ഉണ്ട്. അത് എന്റെ പുസ്തകമായ കുൽക്കർണീസ് തിയറി ഓഫ് സൈക്കാട്രിയിൽ 3-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കുട്ടിയത് വായിച്ചു നോക്കണം. വായിക്കും. മാനസിക രോഗം വന്നവരെ ഈ നിലയിലൊക്കെ പെരുമാറുമെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഡോക്ടർ. അങ്ങനെ എല്ലാരും അറിയണമെന്നില്ലല്ലോ. മാനസിക രോഗം പിടിപെടാൻ കാരണമായത് എന്തോ അതുമായി ബന്ധപ്പെട്ടിരിക്കും അവരുടെ ഭ്രാന്തിന്റെ സ്വഭാവം. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മാനസിക രോഗി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറ്റുള്ളവരറിയുമ്പോഴാണ് നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കുന്നത്. ഓരോരുത്തരുടെയും ഉള്ളിലെ മാനസിക രോഗി ഓരോ രീതിയിലാണ്. അതെ, ആരെങ്കിലും പരസ്പരം സംസാരിക്കുമ്പോൾ അത് കുട്ടിയെക്കുറിച്ചാണെന്ന് തോന്നാറില്ലേ? അതും ഒരു തരത്തിലൊരു മാനസിക രോഗമാണ്. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് ഗിരിജ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഗിരിജയുടെ മനസ്സ് ഒരു കൊലയാളിയുടേതിന് സമമാ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി ഈ ദർശനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മൾ ഭയക്കുന്നത് സംഭവിക്കും. പിന്നീട് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പോകുന്നു. എന്റെ ബാഗ് താ. എന്റെ ബാഗ് തരൂ. അല്ല, സുമലത തങ്കച്ചിയുടെ പേരെന്താന്നാ പറഞ്ഞ? ഞാൻ മറന്നുപോയി. സുമംഗല തങ്കച്ചി. സുമംഗല തങ്കച്ചി. ഞാൻ പോയിട്ട് വരട്ടെ സുമംഗല തങ്കച്ചി. മറന്നുപോയതാ ചിലപ്പോൾ ഇടയ്ക്ക് മറന്നു. മോളെ, ആ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. സൂക്ഷിക്കണം. ദർശനെ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഓരോന്ന് സംഭവിച്ചിട്ട് പിന്നെ വിലപിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട്
ഇനി ഗിരിജയുടെ മുന്നിൽ നിന്ന് കുറച്ചു നാള് ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാ നല്ലത്. എന്തായി? ആ പ്രാന്തൻ ഡോക്ടർ വാങ്ങുന്ന പണത്തിന് നന്നായി പണിയെടുക്കുന്നുണ്ടോ? ഡോക്ടർ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയുടെ ഈ അഭിനയമൊക്കെ അപകടത്തിലാക്കുമെന്ന എന്റെ ഭയം. അല്ല, അതെന്താ നിനക്ക് അങ്ങനൊരു ഭയം തോന്നാൻ? ഇടയ്ക്ക് ദർശന എന്നോടൊരു സംശയം ചോദിച്ചു. സംശയോ? എന്ത് സംശയം? ഈ ഡിപ്രഷൻ നാടകം എഴുതിയത് അമ്മയാണോ അതോ ഞാനും കൂടെ ചേർന്നിട്ടാണോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇത് നാടകമൊന്നുമല്ല, അമ്മ ഒറിജിനലായിട്ട് ഡിപ്രഷനിലാണെന്ന്. ഇനി ദർശനയാണെന്ന് കരുതി എന്റെ കഴുത്തി കയറി പിടിക്കുമെന്ന എന്റെ ഭയമെന്ന് പറഞ്ഞപ്പോ അവൾ എന്ത് പറഞ്ഞു? അത് പേടിക്കണ്ട, ഉടനെ മാറിക്കോളൂന്ന്. അവൾ എന്നെ എന്ത് ചെയ്യൂന്നാ? ഏതായാലും അമ്മയുടെ ഈ നാടകം അധികം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുൻപ് എന്തിനാണോ ഈ വേഷം കെട്ടിയതെന്ന് വെച്ചാൽ ആ ലക്ഷ്യം നേടാൻ നോക്ക്. അതിനുള്ള തയ്യാറെടുപ്പിലാ ഞാൻ. ഇനി അധികം വൈകിപ്പിക്കില്ല. ഇത് ദർശനയും ഞാനും തമ്മിൽ നടക്കുന്ന ആടുപുലിയാട്ടമാ. ഞാൻ ഡിപ്രഷൻ അഭിനയിക്കുകയാണെന്ന് ദർശന തെളിവുകളോടെ കണ്ടെത്തും മുന്നേ എനിക്കെന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. ഏതായാലും അമ്മ ഒരു കാര്യം ഉറപ്പിച്ചോ, അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കാത്തത് ദർശന മാത്രമല്ല, പിന്നെയുണ്ട് ഈ തറവാട്ടിൽ. അത് മറ്റാരും വിശ്വസിക്കണ്ട, സുമംഗല മാത്രം വിശ്വസിച്ചാ മതി. ആ വിശ്വാസം ഉള്ളിലുള്ളപ്പോ തന്നെ എനിക്ക് സുമംഗലയെ തീർത്ത് കെട്ടണം. അമ്മ ഇതെന്ത് ഭാവിച്ച? വേണ്ട, നിന്റെ കണ്ണുകളിൽ ഒരു ഭയം കാണാം. ആ ഭയം എന്നിലേക്ക് പകരാൻ പാടില്ല. ഞാൻ ആ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫാ. ഡോക്ടർ പറഞ്ഞു കാണുമല്ലോ, എനിക്കിപ്പോ ആരെ കണ്ടാലും ദർശനയായിട്ട് തോന്നുമെന്ന്. അതാണ് ഇനിയത്തെ തുറുപ്പുചീട്ട്. ദർശനയായി തോന്നുന്നതായി ഭാവിച്ച് സുമംഗലയെ ഞാൻ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാനസിക രോഗിയെന്ന ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് പുറത്തു വരാൻ. എങ്ങനെയുണ്ട് ഈ ഗിരിജയുടെ പ്ലാൻ?